വെൽക്കം ബ്യൂട്ടിഫുൾ സോൾസ്. യശോധര ദ മിസ്റ്റിക് ടാരോ റീഡർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ റീഡിംഗ് ടൈംലെസ്സും ജെൻഡർലെസ്സുമാണ്. നിങ്ങൾ ഏത് സമയത്താണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു തുടങ്ങും. നിങ്ങൾ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. ഇന്ന് 3 ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം എന്താണ്? അതിന് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്? ഈ ഗൈഡൻസ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഉള്ള ഔട്ട്കം എന്താണ്? ആദ്യമായി, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? 2, ഇത് ഓവർകം ചെയ്യുന്നതിനായി ഡിവൈൻ ഗൈഡൻസ് എന്താണ്? 3, ഇതനുസരിച്ച് ഡിവൈൻ ഗൈഡൻസ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്കം എന്താണ്? ആദ്യമായി, നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം? 7 ഓഫ് പെന്റക്കിൾ എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ സാമ്പത്തിക പ്രശ്നമാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സാമ്പത്തിക പ്രശ്നം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കടുത്ത നിരാശയിലാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ? താങ്കളുടെ പാതി, അതായത് താങ്കൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായി ചെയ്യുക. തീർച്ചയായും ആത്മാർത്ഥമായി ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ഇത് ഓവർകം ചെയ്യാനായി ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാർഡാണ്. സ്ട്രോങ് കണക്ഷൻ വിത്ത് യുവർ ഇന്നർ സെൽഫ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നന്മയിലേക്ക് നയിക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന ഉപദേശമാണ് ലഭിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഫലം കിട്ടുന്നില്ല, അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നൽകിയ മെസ്സേജാണിത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്കം എന്താണ്? അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന ഫ്യൂച്ചർ എന്താണ് എന്ന് നോക്കാം. ക്യൂൻ ഓഫ് പെന്റക്കിൾ എന്ന കാർഡാണല്ലോ ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല കാർഡാണ്. ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് സക്സസ്, പ്രോസ്പെരിറ്റി എന്നിവയെ സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും പൂത്തു നിൽക്കുന്ന ഒരു ഹരിതാഭമായ പൂന്തോട്ടവും ഒക്കെ കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് ഫലം ലഭിക്കും. തീർച്ചയായും ഫലം ലഭിക്കും. വിജയവും സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള മുന്നോട്ട് പോകലും ഡിവൈൻ മെസ്സേജ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കുള്ളതാണ്. എല്ലാ രീതിയിലും ഉള്ള സാമ്പത്തിക അഭിവൃദ്ധി, അതായത് മെറ്റീരിയൽ വെൽത്ത്, പൈസയായിട്ടായാലും വീട്, വാഹനം, എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിലേക്കെല്ലാം നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വിജയം ഉടനെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ തുടരുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുക. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. വളരെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.